ഇന്ന് നമുക്ക് ധർമ്മത്തിൻ്റെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ കൂടി പഠിച്ച ശേഷം എന്തുകൊണ്ട് മതവും ഒരു ധർമ്മവും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നു എന്നും അതേപോലെ ധാർമ്മികമായ വിചാരധാര എങ്ങനെയാണ് സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വൈദിക ധർമ്മത്തിൻ്റെ അനുയായി ആകേണ്ടത് എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. ധൃതി, ക്ഷമ, ദമം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം, നമ്മുടെ ആന്തരികമായ നിയന്ത്രണം. നമ്മുടെ ശരീരം എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്? പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, ചില ആളുകൾ പ്രസംഗിക്കുന്ന സമയത്ത് കാലാട്ടുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മുടെ ഈ ബട്ടൺ പിടിച്ചിങ്ങനെ തിരിക്കുക തുടങ്ങിയ അനേകമായിട്ടുള്ള സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത, ബാഹ്യ നിയന്ത്രണങ്ങൾ പോലും പറ്റാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആന്തരികമായ നമ്മുടെ വികാര വിചാരങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സാക്ഷരമായ, അതായത് അക്ഷരം പഠിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 100% എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്താധാര, അതായത് ചിന്തിക്കുന്ന ലോകം ഒരു 100% സാക്ഷരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് വൈചാരികമായ സാക്ഷരത നമുക്കുണ്ടായി എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് വൈകാരികമായ സാക്ഷരത എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? വൈകാരികമായ സാക്ഷരത, അതായത് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്ന ഒരു സാക്ഷരത, ആ സാക്ഷരത നമുക്ക് കിട്ടിയോ? അത് കൈവരിക്കാൻ നമുക്ക് സാധിച്ചുവോ എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് ശരിക്കും ഒരു സമൂഹം ധർമ്മപരമായി എങ്ങനെ മുന്നോട്ട് പോകുന്നു, ധാർമ്മികമായ അവരുടെ മുന്നേറ്റം എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ഗൗരവം നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പ്? വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇമോഷണലി, വൈകാരികമായി നമുക്ക് എത്രത്തോളം സാക്ഷരരാവാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ തന്നെ വികാരങ്ങളുടെ വേലിയേറ്റത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? നമ്മുടെ മനസ്സ് പലപ്പോഴും ദുഃഖിതമായ അവസ്ഥയിൽ പോകുന്നു, പലപ്പോഴും നമ്മൾ നിരാശയിലേക്ക് പോകുന്നു, അതിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോകാറുണ്ട്. ചിലപ്പോൾ അമിതമായ ആഹ്ലാദം നമ്മെ കീഴടക്കാറുണ്ട്, അടുത്ത നിമിഷം തന്നെ നമുക്ക് അമിതമായ ദുഃഖം വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് സന്തോഷം വളരെയേറെ ഉണ്ടാവും, എന്നാൽ അടുത്ത നിമിഷം നിരാശയായിരിക്കും ഉണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മാനസികമായ ഒരു സ്റ്റെബിലിറ്റി, നമ്മുടെ മനസ്സിനൊരു സ്റ്റെബിലിറ്റി അതുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആളുകൾ പറയാറ്. അതുകൊണ്ട് തന്നെ ഗീതയിൽ പറയാറുണ്ട്, ഗീതയിൽ അർജുനനോട് പറയുന്ന ഒരു വാചകമുണ്ട്, കടലിനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും, വായുവിനെ വേണേൽ പിടിച്ചു കെട്ടാൻ പറ്റും, പക്ഷേ നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആഭ്യന്തരമായ നമ്മുടെ നിയന്ത്രണങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം, ശരീരത്തിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആഭ്യന്തരമായ നിയന്ത്രണം ആവശ്യമാണ്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണം ഏത് രൂപത്തിലായിരിക്കണം? അത് ധാർമ്മികമാണ്. അപ്പോൾ ധർമ്മം എന്ന് പഴയ കാലത്തെ ആളുകൾ സനാതന വൈദിക ധർമ്മം എന്ന് പറഞ്ഞത് ഏതൊരു വ്യക്തി ധീരതയുള്ളവനാണോ, ഏതൊരു വ്യക്തി ക്ഷമയുള്ളവനാണോ, ഏതൊരു വ്യക്തി ആത്മനിയന്ത്രണമുള്ളവനാണോ, ഇതൊക്കെയാണ്. അല്ലാണ്ട് ഒരാൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അയാൾ ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, പൊട്ടു തൊടുന്നുണ്ടോ, കുറി തൊടുന്നുണ്ടോ, ഭസ്മമാണോ തൊട്ടത്, ചന്ദനമാണോ തൊട്ടത് എന്നിത്യാദി വിഷയങ്ങളെ ആലോചിച്ചുകൊണ്ടായിരുന്നില്ല ഒരാളെ ധർമാനിയായി എന്ന് വിളിച്ചിരുന്നത്. ആരാണ് ധർമാനിയായി? നമ്മൾക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുറിയിട്ടയാളൊക്കെ സനാതന ധർമ്മ വിശ്വാസികളാണ്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ധർമ്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ തൊടുന്ന ഒരു പൊട്ടിലോ, നമ്മൾ തൊടുന്ന ഒരു കുറിയിലോ, അല്ലെങ്കിൽ നമ്മൾ തൊടുന്ന ഭസ്മത്തിലോ, നമ്മൾ ഇടുന്ന വസ്ത്രവിധാനങ്ങളിലോ, അല്ലെങ്കിൽ നമ്മുടെ ആചരണങ്ങളിൽ മാത്രമോ, കാരണം ആചരണം ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അങ്ങനെയുള്ള വിചാരങ്ങളെല്ലാം നമ്മൾ അതുകൊണ്ടാണ് ആചാര പരമോ ധർമ്മ, ധർമ്മത്തിലെ ഏറ്റവും പരമമായത് ആചാരമാണ്. പക്ഷേ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി അനുഷ്ഠിക്കാത്ത പക്ഷം, അതായത് ധീരതയില്ലാത്തവൻ, ക്ഷമയില്ലാത്തവൻ, അതേപോലെ ആത്മനിയന്ത്രണമില്ലാത്തവൻ, ധൃതി, ക്ഷമ, ദമോ, അസ്തേയം. അസ്തേയം എന്ന് പറഞ്ഞാൽ കളവില്ലാതിരിക്കൽ. ആരുടെയും ധനത്തെ നമ്മൾ ആഗ്രഹിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത്. കസ്യസിദ്ധനം എന്നാണ് യജുർവേദത്തിലെ 40-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഈ ധനം ആരുടെയുമല്ല. അതുകൊണ്ട് തന്നെ അന്യൻ്റെ ധനത്തെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. മറ്റൊരാളുടെ ധനം നമ്മുടെ ധനമാക്കാൻ സാമ്പത്തികമായിട്ട് പാടില്ല, മറ്റ് പല
അറിവുകൾ, കഴിവുകൾ, അതൊന്നും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. നമ്മൾ അന്യൻ്റെ ചിന്തകളെ മോഷ്ടിക്കരുത്, അന്യൻ്റെ വിചാരങ്ങളെ മോഷ്ടിക്കരുത്, അന്യൻ്റെ വികാരങ്ങളെ മോഷ്ടിക്കരുത്, അന്യൻ്റെ ഒന്നും മോഷ്ടിക്കരുത്. അതാണ് അസ്തേയം എന്ന് പറയുന്നത്. അത് ധർമ്മത്തിൻ്റെ 4ാമത്തെ പ്രമുഖമായ ലക്ഷണമാണ്. ധൃതി, ക്ഷമ, ദമോ, അസ്തേയം.